الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെടും പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവൻ വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അവസാന ശ്വാസം വരെയും തഖ്വയിൽ തന്നെ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിക്കാറും കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കാനും അവസാനം അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗീയ ജീവിതം സാധ്യമാകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ സംബന്ധമായ ചർച്ചകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സഹോദരങ്ങളുമായി പങ്കുവച്ചത് മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ചായിരുന്നു. എത്ര വിശദീകരിച്ചാലും പിന്നെയും പറയാൻ ധാരാളം ബാക്കിയാവുന്ന വളരെ വിശദമായി പരാമർശിക്കേണ്ട വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു ചില സംഗതികളാണ് ഇന്ന് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബിർറുൽ വാലിദൈൻ എന്ന തലക്കെട്ടിൽ ഉൾപ്പെടുത്താവുന്ന മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റവുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ആയത്തുകളും അതിൻ്റെ വിശദീകരണമായി കൊണ്ടുള്ള ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഹദീസുകളുടെയും ആയത്തുകളുടെയും ആഴത്തിലേക്ക് ഇറങ്ങി നമ്മൾ പരിശോധിച്ചാൽ
അതൊന്നും കേവലം ഒരു ഉപദേശം എന്ന നിലക്കോ കേവലമായ ഉത്ബോധനങ്ങൾ എന്ന നിലക്കോ മാത്രമല്ല. അതിൻ്റെയൊക്കെ ശൈലിയും സ്വഭാവവും വളരെ ശക്തമായ കൽപ്പനയുടെയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ വസിയത്തിന്റെയും ഒക്കെ പ്രാധാന്യത്തിലാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വഖദാ റബ്ബുക എന്നൊരു പ്രയോഗം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാൻ എന്ന മറ്റൊരു പ്രയോഗവും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെയും വസിയത്തിന്റെയും ഒക്കെ ശൈലിയിലും സ്വഭാവത്തിലുമാണ് ഈ വിഷയം ദീനുൽ ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് ആ പ്രയോഗങ്ങൾ, ആ വാക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ധാരാളം സംഭവങ്ങളും മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ, കടപ്പാടുകളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഒരു സംഭവം മാത്രം സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാതാപിതാക്കളോടുള്ള കടപ്പാടിന്റെ ആഴവും അഗാധതയും ഗാഢതയും എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരൊറ്റ സംഭവം. സഈദ് ബിൻ അബി ബുർദയിൽ നിന്നാണ് ഈ സംഭവം നിവേദനം ചെയ്തിട്ടുള്ളത്. സബിയത്തു അബി യുഹദ്ദിസ്, അദ്ദേഹം പറയാണ്, എന്റെ പിതാവ് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു. അന്നഹു ഷഹിദ ഇബ്നു ഉമർ വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്ത്. അദ്ദേഹം, തന്റെ പിതാവ് മസ്ജിദുൽ ഹറാമിൽ അബ്ദുല്ലാഹി ബിൻ ഉമറിനെ കാണുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ കാണുന്ന സമയത്ത് യമൻകാരനായ ഒരു മനുഷ്യൻ അവിടെ പരിശുദ്ധ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്ത്, പരിശുദ്ധ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ തവാഫ് ചെയ്യുകയല്ല, ഹമല ഉമ്മുഹു വറാഅ ദഹ്രിഹി, ഈ യമൻകാരനായ മനുഷ്യൻ ഇങ്ങനെ പരിശുദ്ധ കഅബ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്റെ ഉമ്മയെ ചുമലിൽ ചുമന്നുകൊണ്ടാണ്, നടക്കാൻ കഴിയാത്ത പ്രായമേറെ എത്തിയ തന്റെ മാതാവിനെ ചുമലിൽ ചുമന്നുകൊണ്ടാണ് ആ യമൻകാരനായ മനുഷ്യൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, യഖൂൽ ഇന്നഹാ ലഹ ഇന്നി ലഹ ബഈറുഹ അൽ മുദല്ലൽ. ഈ യമൻകാരനായ മനുഷ്യൻ ഇങ്ങനെ തവാഫിന് സമയത്ത് പറയുകയാണ്, ഞാൻ എന്റെ ഉമ്മാക്ക് ഏറ്റവും അനുസരണയുള്ള ഒട്ടകമാണ്. ഇൻ ഉദിഗറത്ത് റികാബുഹാ ലം ഉദിഗർ, യാത്രാ സംഘം, കൂടെയുള്ള യാത്രാ സംഘം ഭയന്നാലും ആ ഒട്ടകം ഒരിക്കലും വിഭ്രാന്തിയിലാവുകയില്ല. തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, എന്റെ ഉമ്മാക്ക് ഞാൻ ഏറ്റവും അനുസരണമുള്ള ഒട്ടകമാണ്. ഉമ്മ ഇയാളുടെ ചുമലിൽ പുറകിൽ ഇരുന്നു കൊണ്ടാണ് തവാഫ് ചെയ്യുന്നത്. അതിന്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, തുമ്പഖാൽ യാ ഇബ്നു ഉമർ, അല്ലയോ ഇബ്നു ഉമർ, ആ തുറാനി ജസൈതുഹ, ഞാൻ എന്റെ ഉമ്മ എന്നോട് ചെയ്ത, എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഈ പ്രത്യുപകാരം പകരമാവില്ലേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ കഅബ ആ കാലഘട്ടത്തിൽ, ഇന്ന് അവിടെ നല്ല സൗകര്യമുള്ള മാർബിളും നല്ല തണവുള്ള, ഏത് ചൂടുകാലത്തും കാല് കൊള്ളാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മാർബിളൊക്കെ പതിച്ച ഒരു പ്രദേശത്താണ് നമ്മൾ തവാഫ് ചെയ്യുക. അതേസമയം ആ കാലഘട്ടത്തിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ ആ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യാണ്, അതും തന്റെ ഉമ്മയെ പുറകിൽ ചുമന്നുകൊണ്ട്. ഈ സമയത്താണ് ഈ മനുഷ്യൻ ഇബ്നു ഉമറിനോട് ചോദിക്കുന്നത്, അല്ലയോ ഇബ്നു ഉമർ, എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് പ്രത്യുപകാരമാവുമോ എന്റെ ഈ പ്രവൃത്തി എന്ന് അദ്ദേഹം ചോദിക്കുമ്പോ ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, ലാ വലാ ബി സഫറത്തിൻ വാഹിദ, വലാ ബി സഫറത്തിൻ വാഹിദ. നിന്നെയോർത്ത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, നിന്നെയോർത്ത്, നിന്റെ ഉമ്മയിൽ നിന്നുണ്ടായ ഒരു നെടുവീർപ്പിന് പോലും പകരമാകില്ല ഈ പ്രവൃത്തി. നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ ഉമ്മയിൽ നിന്നും ഉണ്ടായ ഒരു നെടുവീർപ്പിന് പോലും പകരമാവില്ല നിന്റെ ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും കടപ്പാടിന്റെയും ഒക്കെ പ്രാധാന്യം വ്യക്തമാകുവാൻ ഈ ഒരു ഒറ്റ സംഭവം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് ആരെയും ആശ്രയിക്കാതെ നമുക്കൊക്കെ ആഗ്രഹിക്കുന്ന, നമുക്കൊക്കെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സ്വന്തം നിലക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന വിധം ശക്തരും ബലവാന്മാരും യോഗ്യരുമൊക്കെ നമ്മൾ ഒരായ അവസ്ഥയിലാണെന്നൊക്കെ നമ്മളെല്ലാവരും ഉള്ളത്. അതേസമയം നമുക്കൊക്കെ കഴിഞ്ഞ ഒരു കാലം കടന്നുപോയിട്ടുണ്ട്.
നമ്മളൊക്കെ ഒരു കാലം പിന്നിട്ടതിന് ശേഷമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതാണ് ആ കാലം എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ലഹ്ഫിൻ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് വളരെ ദുർബലമായ അവസ്ഥയിലാണ്. സൂറത്ത് നഹലിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ. അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു സന്ദർഭം. ലാ തഅലമൂന ശൈഅ, നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്ന ബലിഷ്ഠമായ കൈകൾ നമുക്കുണ്ട്, ആരോഗ്യമുള്ള ശരീരം നമുക്കുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു നാളിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നിന്റെ ആരോഗ്യവും നിന്റെ സൗകര്യങ്ങളും ഒക്കെ നീ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ഉണ്ടായിരുന്നോ? അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്ത, കേവലം കരയാനും കൈകാലിട്ടടിക്കാനും മാത്രം കഴിയുന്ന നിസ്സഹായതയുടെ ഒരു അവസ്ഥയിലാണ് നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അല്ലാഹു സൂറത്ത് റൂമിൽ അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ദഗ്ഫിൻ, അല്ലാഹു നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നു. ഒരുപക്ഷെ മറ്റെല്ലാ ജന്തുജീവജാലങ്ങളെ അപേക്ഷിച്ചും ഏറ്റവും ദൗർബല്യമുള്ള, ഏറ്റവും നിസ്സഹായമായ ഒരവസ്ഥയിലാണ് ഒരു മനുഷ്യ കുഞ്ഞ് പിറന്നു വീഴുന്നത്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരാട്ടിൻകുട്ടി പിറന്നു വീണാൽ ഏതാനും നിമിഷം കഴിയുമ്പോഴേക്ക് അത് അതിന്റെ മാതാവിന്റെ അകട്ടിൽ നിന്നും പാല് കുടിക്കാൻ തുടങ്ങും, ഓടിച്ചാടി നടക്കാൻ തുടങ്ങും. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്ക് അത് നടക്കാൻ തുടങ്ങും, അത് കൊത്തിപ്പറിക്കാൻ, കൊത്തി തിന്നാൻ തുടങ്ങും. അതേസമയം ഒരു മനുഷ്യക്കുട്ടിയോ, ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീണ് സ്വന്തം അധ്വാനിച്ച് സ്വന്തം ഭക്ഷണം തേടിപ്പിടിച്ച് ആയിരിക്കുന്ന പോട്ടെ, സ്വന്തം തനിക്ക് മുമ്പിൽ വരുന്ന ആഹാരം എടുത്ത് കഴിക്കണമെങ്കിൽ പോലും വർഷങ്ങൾ വേണ്ടി വരുന്നു. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ലഗ്ഫിൻ ثم جعل من بعد لغف قوة ثم جعل من بعد قوة لغفا وشيبا. പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് ഈ ദുർബലമായ അവസ്ഥയിലാണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ثم جعل من بعد لغف قوة, അല്ലാഹു നിങ്ങൾക്ക് ആ ദുർബലാവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു നിങ്ങൾക്ക് കരുത്ത് നൽകി. ആ കരുത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കരുത്തിന്റെ കാലഘട്ടം കാലാകാലം നമ്മുടെ കൂടെ നിലനിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ثم جعل من بعد قوة لغفا وشيبا, ഈ ആരോഗ്യത്തിന്റെ അവസ്ഥക്ക് ശേഷം നിങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് ثم جعل من بعد قوة لغفا وشيبا, ഈ ആരോഗ്യമുള്ള അവസ്ഥക്ക് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് അവശമായ വാർദ്ധക്യമാണ്, അവശമായ വാർദ്ധക്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മാതാപിതാക്കൾ, അവര് നേരത്തെ ആരോഗ്യമുള്ളവരായിരുന്നു, നമ്മൾ ദുർബലരായിരുന്നു. ഇപ്പോ നമ്മുടെ മാതാപിതാക്കൾ ദുർബലരായിട്ടുണ്ടെങ്കിൽ, അവശരായിട്ടുണ്ടെങ്കിൽ, രോഗികളായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ആരോഗ്യാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ഒരു കാലത്തിന് മുമ്പ് നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാലത്തെക്കുറിച്ച് സ്വന്തമായി നിൽക്കാനോ ഇരിക്കാനോ, ഒറ്റയ്ക്ക് നമുക്ക് തിന്നാനോ കുടിക്കാനോ കഴിയാത്ത, എന്തിനധികം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാൻ പോലും സാധിക്കാത്ത ഒരു ദുർബലമായ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. സമ്പൂർണമായ നിസ്സഹായാവസ്ഥയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണല്ലോ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ഘട്ടത്തിലെത്തിയത്. ആ ഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ആ ദൗർബല്യത്തെ നമ്മൾ തരണം ചെയ്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ ആരാണ്? അതിന്റെ പിന്നിൽ രണ്ടുപേരുടെ ത്യാഗസമ്പൂർണമായ ജീവിതമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയുമാണ്. ആ കാലം എന്ന് പറയുന്നത് നമ്മൾ ഓർത്താൽ പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്ത കാലമാണ്. കാരണം നമുക്ക് ഓർമ്മയിൽ വരാത്ത കാലമാണ്, ഓർമ്മ തളിർക്കാത്ത കാലമാണ്, ബുദ്ധി വികസിക്കാത്ത കാലമാണ്, നമ്മൾക്കറിയാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾക്ക് ഓർമ്മയില്ലാത്ത കാലമാണത്. അതുകൊണ്ട് ആ കാലത്തെ ആരെങ്കിലും നമ്മളെ ഓർമ്മപ്പെടുത്തണം. അത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ ചെയ്തിട്ടുണ്ട്. പടച്ചവൻ ആ കാലത്തെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നല്ല, അനേക തവണ വിശുദ്ധ ഖുർആനിൽ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ, സൂറത്തുൽ ലുഖ്മാനിൽ 14ാമത്തെ ആയത്തിൽ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്തുഹു ഉമ്മുഹു ഖുർഹൻ വവദഅതുഹു ഖുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, സൂറത്തുൽ അഹ്ഖാഫ് 15ാമത്തെ ആയത്തിൽ. വിശുദ്ധ ഖുർആനിൽ 5 തവണ 5 പടച്ചവനോടുള്ള ബാധ്യതയോട് ചേർത്ത് പറഞ്ഞു മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല. അവർ വളരെ പ്രയാസത്തോടു കൂടി നിങ്ങളെ ഗർഭം ചുമന്നു, പിന്നീട് വളരെ വേദന സഹിച്ചുകൊണ്ട്, അങ്ങേയറ്റത്തെ പ്രയാസം സഹിച്ചുകൊണ്ട് നമ്മെ അവർ പ്രസവിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മമാർ 9 ചില്ലാനും മാസം
എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നമ്മളെ ചുമന്നു നടന്നവരാണല്ലോ. അതോടൊപ്പം തന്നെ പ്രാണൻ പോകുന്ന വേദന കടിച്ചു പിടിച്ച് നമുക്ക് ജന്മം നൽകിയത് നമ്മുടെ ഉമ്മയാണല്ലോ. ഒരു പോറൽ പോലും ഏൽക്കാൻ നമുക്കൊരു പോറൽ പോലും ഏൽക്കാതെ സ്വന്തം മാറോട് അണക്കി പിടിച്ചുകൊണ്ട് നമ്മെ പോറ്റി വളർത്തിയത് പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളാണല്ലോ. നമ്മുടെയൊക്കെ ഉപ്പമാരുടെ നിറമുള്ള യൗവനം എവിടെയാണ് കഴിഞ്ഞു പോയത്? നമ്മുടെ ഉപ്പമാരുടെയൊക്കെ നല്ല നിറമുള്ള യൗവനം എവിടെയാണ് കഴിഞ്ഞു പോയത്? നമ്മളാകുന്ന മക്കൾക്ക് വേണ്ടി അവരുടെ നിറയൗവനം വിയർപ്പായി ഒഴുകിയതിന്റെ ഫലമല്ലേ, തണലല്ലേ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടേതുപോലുള്ള തലമുറ അനുഭവിക്കാത്ത ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കഴിഞ്ഞ തലമുറ, നമ്മുടെയൊക്കെ പിതാക്കന്മാർ സഹിച്ചിട്ടുണ്ടായിരിക്കും. സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടായിരിക്കും. വലിയ പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ അവർ അറിയിച്ചിട്ടുണ്ടാവുകയില്ല. മക്കളുടെ കുഞ്ഞു മനസ്സുകൾ വേദനിക്കാതിരിക്കാൻ, അലോസരപ്പെടാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ അതൊക്കെ സ്വയം സഹിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മുടെ ഉറക്കത്തിന് കാവലിരുന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഒരു രോഗം വരുമ്പോഴേക്ക് അതിനേക്കാളൊക്കെ എത്രയോ വലിയ അസുഖങ്ങളുമായിട്ടായിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. പല ഗുരുതരമായ അസുഖങ്ങളും അനുഭവിക്കുമ്പോൾ തന്നെ കുഞ്ഞിനൊരു അസുഖം വന്നാൽ, സ്വന്തം കുട്ടിക്കൊരു വിഷമം വന്നാൽ ആ രോഗങ്ങളൊക്കെ അവർക്ക് വളരെ നിസ്സാരമായി അനുഭവപ്പെടും. എന്നിട്ട് അവരുടെ രോഗം മറന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ഉറക്കം ഒഴിവാക്കും. നമ്മുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ അവർ പെടാപാട് പെടും. സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ അവർ കടം വാങ്ങിയിട്ടെങ്കിലും നമ്മെ ചികിത്സിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കുഞ്ഞിന്റെ രോഗം ചികിത്സക്ക് വേണ്ടി കൈകൾ നീട്ടാൻ പോലും അവർ മടിച്ചെന്ന് വരില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ വേവലാതികൾ മുഴുവനും നമ്മുടെ കാര്യത്തിലായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ സുഖവും സന്തോഷവും സ്വപ്നങ്ങളും ഒക്കെ അതൊക്കെ നമ്മളായിരുന്നു എന്നല്ല, നമ്മളായിരുന്നു അവരുടെ ലോകം എന്ന് പറയുന്നത്. അവരൊന്ന് മുഖം തിരിച്ചിരുന്നുവെങ്കിൽ, അവരൊന്ന് അവഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ഈ നിലയിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ അതുല്യമായ പ്രതീകങ്ങളായി നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴമുണ്ടല്ലോ, അതിന്റെ ഗാഠതയുണ്ടല്ലോ, അത് അളക്കാൻ കഴിയുന്ന ഒരു അളവ് പാത്രവും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വായിച്ചിരിക്കാനിടയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഒരുപാട് ചുറ്റിക്കറങ്ങി, വീട് വിട്ട് ഒരുപാട് ചുറ്റിക്കറങ്ങി അവസാനം ഒരു പാതിരാത്രിയിൽ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ. പാതിരാ കഴിഞ്ഞിരിക്കുന്നു, വീടിന് മുട്ടി, വാതിൽ തുറന്നു ഉമ്മ മകനോട് ചോദിക്കുന്നതിന്, മകനെ നിന്റെ ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട്, അത് കഴിച്ചിട്ട് ഉറങ്ങാം. മോൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ അത്ഭുതപ്പെടുകയാണ്. താൻ ഒരുപാട് കാലമായി വീട് വിട്ടിട്ട്, എന്നിട്ട് താൻ ഈ രാത്രിയിൽ വരുമെന്ന് ഉമ്മ എങ്ങനെ മനസ്സിലാക്കി? അത്ഭുതത്തോടു കൂടി ചോദിക്കുമ്പോ ഉമ്മ പറയുന്നുണ്ട്, മോനെ, നിനക്കുള്ള ഭക്ഷണം എല്ലാ രാത്രിയും ഇവിടെ ഒരുക്കി വെക്കാറുണ്ട്. എല്ലാ രാത്രിയിലും നീ വരുമെന്ന പ്രതീക്ഷയിൽ നിനക്കുള്ള അത്താഴം വിളമ്പി വെക്കാറുണ്ട് എന്ന് ആ ഉമ്മ പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ എഴുത്തിൽ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ നിലയിലെത്തിയാലും, എന്തൊക്കെ നമ്മൾ ഈ ലോകത്ത് നേടിയാലും, എത്ര പുതിയ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് നമ്മിലേക്ക് കടന്നു വന്നാലും, നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ, നമ്മൾ ഈ ലോകത്തിനും മടങ്ങുന്നത് വരെയും നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടും തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഒരു ജന്മം മുഴുവനും, ആയുസിന്റെ അവസാനം മുഴുവനും സേവിച്ചാൽ തീരാത്ത കടപ്പാടാണ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കളോടുള്ളത്. അള്ളാഹും റസൂലും എത്ര ഗൗരവത്തോടെയും എത്ര പ്രാധാന്യത്തോടെയുമാണ് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടുമുള്ള നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച്, കടപ്പാടുകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച്, പെരുമാറ്റത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നറിയാം, നമസ്കാരത്തിന്റെ എണ്ണവും അതിന്റെ രൂപവും വിശദമായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് വിശദീകരിച്ചു തന്നത്. പക്ഷേ എന്നാൽ അതേസമയം മാതാപിതാക്കളോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും എന്തെല്ലാം മര്യാദകൾ പാലിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ് എന്നതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിലപാട്. മാതാപിതാക്കളുടെ സ്ഥാനം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പരിശോധിച്ചാൽ ധാരാളമായി നമ്മളത് കാണാൻ സാധിക്കും.
ഈ ആയത്തിലുള്ള ഒരു പ്രയോഗത്തെ കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഈ ആയത്തിന്റെ പ്രയോഗം വളരെ മനോഹരമാണ്. റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. എന്ത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും നിങ്ങൾ വഴിപ്പെടരുത്, ഇബാദത്ത് ചെയ്യരുത്. പിന്നെ അതിന്റെ വിശദാംശങ്ങളല്ലേ സ്വാഭാവികമായും തുടർന്നു വരേണ്ടത്. ആ കാര്യം അവിടെ ആ ഒരൊറ്റ പ്രയോഗത്തിൽ അള്ളാഹു നിർത്തിയിട്ട് പിന്നീട് അള്ളാഹു അതിനോട് ചേർത്ത് പറയുന്നത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കണം. ആദ്യം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് ചേർത്തുകൊണ്ട് അത്ഫിന്റെ വാവ് ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ചെയ്യാൻ അനുവാദം നൽകാതെ ഒറ്റ ശ്വാസത്തിൽ ഓതാൻ നിർദ്ദേശിച്ചിട്ടുള്ള ആ ആയത്തിന്റെ തുടർന്നുള്ള ഭാഗം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ وَقُل رَّبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا. അത്ഭുതകരമാണ്. അല്ലാഹുവിന് നിങ്ങൾ കീഴ്പ്പെടണം, അവനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങൾ വഴിപ്പെടരുത് എന്ന് പറഞ്ഞ് തൊട്ടുടനെ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടർന്ന് പിന്നെ പറയുന്നത് മുഴുവനും മാതാപിതാക്കളോടുള്ള ഇഹ്സാനിന്റെ വിശദാംശങ്ങളാണ്. അല്ലെങ്കിൽ അതിന് ശേഷവും ഒരുപാട് കൽപ്പനകൾ സൂറത്തുൽ ഇസ്രായിൽ വരുന്നുണ്ട്. 10-14 കൽപ്പനകൾ വരുന്നുണ്ട്. ആദ്യം അള്ളാഹുവിനുള്ള ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിനോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കളുടെ കടപ്പാടുകളെ കുറിച്ച് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റ് കൽപ്പനകളിലേക്ക് കടക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന എന്നതിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടി വിശദമായി തന്നെ പഠിപ്പിക്കുകയാണ്. എല്ലാ വിശദാംശങ്ങളോടും കൂടി സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു പിതാവ് മകന് നൽകുന്ന വളരെ മനോഹരമായ ഉപദേശങ്ങളാണ്. നമ്മൾ ആലോചിക്കണം, സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. നൂറ്റാണ്ടുകൾക്കും പല സഹസ്രാബ്ദങ്ങൾക്കും കടന്നുപോയ, ചരിത്രത്തിൽ കടന്നുപോയ ഒരു പ്രവാചകൻ പോലും അല്ലാതിരുന്ന ഒരു തത്വജ്ഞാനിയുടെ പേരിൽ ഒരു അധ്യായവും ആ തത്വജ്ഞാനി തന്റെ മകനെ വിളിച്ചുകൊണ്ട് നൽകുന്ന വളരെ മനോഹരമായ ഉപദേശങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കൊക്കെയും പാഠമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ നിലനിർത്തപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ വിലപ്പെട്ട പേജുകളിൽ അവശേഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു പിതാവിനും ഏത് കാലഘട്ടത്തിലും തന്റെ മകന് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ഉപദേശമാണത് എന്നതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ലുഖ്മാൻ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ തന്റെ മകന് പകർന്നു കൊടുക്കുന്നുണ്ട്. അനിഷ്കുർ ലീ വലിവാലിദൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, എനിക്ക് നീ ശുക്ർ കാണിക്കണം, എന്നോട് നീ ശുക്ർ ചെയ്യണം. അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ വലിവാലിദൈ, നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി കാണിക്കണം. വളരെ മനോഹരമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളുടെ കടപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകളുടെ ശൈലിയും അതിന്റെ വിശദീകരണമായ ഹദീസുകളുടെ സ്വഭാവവും പരിശോധിച്ചാൽ അത് കേവലം ഒരു സാരോപദേശം മാത്രമല്ല, അത് കൽപ്പനയുടെയും വസിയത്തിന്റെയും ഗൗരവത്തിലാണ് അള്ളാഹും പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവൻ നൽകിയ പടച്ചവനോട് നന്ദി കാണിക്കണം, ജീവൻ നൽകിയ പടച്ചവനോട് നന്ദി കാണിക്കണം എന്നതിന്റെ കൂടെയാണ്, അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് ജന്മം നൽകിയ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. ജീവൻ നൽകിയ നാഥനോടും ജന്മം നൽകിയ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം എന്നത് ഖുർആനിൽ അടുത്തടുത്ത് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അനിഷ്കുർ ലീ വലിവാലിദൈ. വളരെ മനോഹരമാണ് ആ പ്രയോഗം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും. വീട്ടുകാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മറ്റൊരുപാട് ബന്ധങ്ങളുടെ തിരക്കിൽപ്പെട്ട് മാതാപിതാക്കളോടുള്ള ബന്ധത്തിന്റെ നനവ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ നന്ദികേടാണ് നമ്മൾ മനസ്സിലാക്കണം. പുതിയ ബന്ധങ്ങളും പഴയ ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളോടുള്ള കടപ്പാടിന്റെ നനവ് ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. പടച്ചവന്റെ കൽപ്പനയോടുള്ള ധിക്കാരമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യത്തിൽ നമ്മൾ ആരും സംശയിക്കേണ്ടതില്ല, മാതാപിതാക്കൾ നമ്മുടെ കാര്യത്തിൽ തൃപ്തരാകാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ സൂചിപ്പിച്ച കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ സൂചിപ്പിച്ചു തോന്നുന്നുണ്ട്, അല്ലെ? മിമ്പറിൽ കയറി
പലയിടത്തും പോയിട്ട് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പലയിടത്തും പലവിധ സംസാരങ്ങൾ നടത്തുമ്പോൾ എവിടെയൊക്കെ എന്താണ് പറഞ്ഞത് എന്ന് പലപ്പോഴും ഓർമ്മയിൽ വരില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. റസൂലുള്ള ഒരിക്കൽ മിമ്പറിൽ കയറി 3 തവണ ആമീൻ പറയുന്നു. താഴെ ഇറങ്ങിയപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലെ താങ്കൾ 3 തവണ ആമീൻ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എനിക്ക് സലാം പറഞ്ഞു, എന്നോട് 3 കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ആമീൻ പറയണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ആവശ്യപ്പെട്ടു. അതാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഒന്ന്, വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കെ അവര് മുഖേന ഒരാൾക്ക് സ്വർഗം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്നാണ്. അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവ്. ആമീൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകളിൽ ഒന്നാണ്, മാതാപിതാക്കൾ, വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ അവർക്ക് ഹിദ്മത്ത് ചെയ്തുകൊണ്ട്, അവരുടെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട്, അവരോടുള്ള സൽപെരുമാറ്റം ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ നാഥനെ കണ്ടുമുട്ടാൻ കഴിയുന്നവർക്കാണ് റബ്ബിന്റെ സ്വർഗം. അല്ലേ? റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, അള്ളാന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, പടച്ചവന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കളുടെ അതൃപ്തി സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാം എന്ന് നമ്മൾ ആരും ധരിക്കേണ്ടതില്ല. മാതാപിതാക്കൾ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്നിടത്ത് മാത്രമേ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. നമുക്കറിയാമല്ലോ ഹിജറയും ജിഹാദും ഒക്കെ ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ് എന്ന്. ഹിജറക്കും ജിഹാദിനുമുള്ള പ്രാധാന്യം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഒരാൾ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച്, കച്ചവടവും കൃഷിയും ഒക്കെ വേണ്ടെന്ന് വെച്ച്, നാട്ടുകാരെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന ഹിജറ, സത്യനിഷേധികളുമായി ഒരു നിർണായകമായ സന്ദർഭത്തിൽ ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ട് ജീവൻ തന്നെ സമർപ്പിച്ച് നിർവഹിക്കുന്ന ധർമ്മസമരം, അല്ലേ? ഇതിനേക്കാളും പ്രാധാന്യത്തോടുകൂടിയാണ് പരിചരിക്കാൻ ആരുമില്ലാത്ത വൃദ്ധരായ തന്റെ മാതാപിതാക്കളെ സേവിക്കൽ എന്ന് പഠിപ്പിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഅ റജുലുൻ ഇലയ്യ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ് അബ്തഗിൽ അജ്റ മിനല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഹിജറക്കും ജിഹാദിനും ഒക്കെയുള്ള സന്നദ്ധത അറിയിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ തൃപ്തി, അവന്റെ പ്രതിഫലം ഉറപ്പുവരുത്താൻ വേണ്ടി റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഖാല ഫഹൽ മിൻ വാലിദൈ അഹദുൻ ഹൈ, 2 നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറയുന്നു, ഖാല നഅം ബൽ കിലാഹുമ, അതെ അവര് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവർ 2 പേരും വൃദ്ധരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, നീ അള്ളാഹുവിന്റെ അജ്ർ പ്രതീക്ഷിച്ചുകൊണ്ടാണോ, അന്വേഷിച്ചുകൊണ്ടാണോ വന്നത്? ഖാല നഅം, അതെ. ഖാല ഫർജിഖ് ഇലാ വാലിദൈക് ഫഅഹ്സിൻ സുഹ്ബതഹുമാ, നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക, എന്നിട്ട് അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, അവരോടുള്ള കടപ്പാടുകൾ ഏറ്റവും നന്നായി സഹവസിച്ചുകൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുക. അങ്ങനെ കടപ്പാടുകൾ നിർവഹിച്ചാൽ അതാണ് നിനക്ക് ഈ ഹിജറയെക്കാളും ജിഹാദിനേക്കാളും നിനക്ക് ശ്രേഷ്ഠം. ഇതൊക്കെ പറയുമ്പോ ഈ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരലോകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ മാത്രം ലഭിക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നത് ആ പരലോകത്ത് മാത്രമല്ല, ദുനിയാവിലും പടച്ചവരിൽ നിന്നുള്ള വലിയ പ്രതിഫലത്തിനും വലിയ ബർക്കത്തിനുമുള്ള അവസരമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി വ അൻ യുസാദ ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും ആയുസ്സിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ അത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. വ അൻ യുസാദ ലഹു ഫീ റിസ്ഖിഹി, റിസ്ഖിൽ അല്ലാഹു വർദ്ധനവ് നൽകുക. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ യബറൽ വാലിദൈ, തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ. വൽ യസിലു റഹിമഹു, കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും ചെയ്യട്ടെ. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവിൽ തന്നെ നിങ്ങളുടെ റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമെന്നാണ്, ബർക്കത്ത് നൽകുമെന്നാണ്.
പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കളുടെ കടപ്പാടുകളെ സംബന്ധിച്ച് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ഖുർആൻ ചെയ്തത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവർ രണ്ടുപേരും, അവൻ രണ്ടിൽ ആരെങ്കിലും ഒരാളോ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിച്ചാൽ ഒരു വാക്ക് കൊണ്ടോ നോക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു നിമിഷം പോലും അവരെ നോവിക്കരുത് എന്ന് ഖുർആൻ കൽപ്പിക്കുകയാണ്. അവരെ സ്നേഹത്തോടെ പരിചരിക്കണം. പ്രത്യേകിച്ചും വാർദ്ധക്യ കാലത്ത് അവരുടെയൊക്കെ കൈകാലുകൾ ദുർബലമാകുമ്പോ അവരുടെ ആ സന്ദർഭത്തിൽ അവരെ നീ പൊന്നുപോലെ നോക്കണം. അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരുടെ മനസ്സിൽ അലോസരമുണ്ടാകുന്ന, അവരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു വാക്ക് പോലും നിന്റെ വായിൽ നിന്നും വന്നു പോകരുത് എന്നാണ്. കാരണം അവരുടെ ആ പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ അവരുടെ ഹൃദയം വളരെ ലോലമായിരിക്കും. ആ ലോല ഹൃദയത്തിൽ നിന്റെ പരുഷമായ വാക്കുകൾ താങ്ങാനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. അതാ അള്ളാഹു പറയുന്നത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഖുർആൻ ഇവിടെ പ്രയോഗിച്ച പദം വളരെ മനോഹരമാണ്. ഉഫിൻ എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനിഷ്ടം നമുക്കുണ്ടല്ലോ, ഒരു കാര്യത്തിൽ നമുക്കൊരു അനിഷ്ടം തോന്നാം. ആ അനിഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്ന ചെറിയ ഭാവമാറ്റം സ്വാഭാവികമാണല്ലോ. നമ്മുടെ മനസ്സിലൊരു കാര്യത്തോട് ഒരു അനിഷ്ടം ഉണ്ടാവുക, ഒരു ഇഷ്ടക്കുറവുണ്ടാവുക, ഒരു വെറുപ്പുണ്ടാവുക. അപ്പൊ സ്വാഭാവികം നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവമാറ്റം ഉണ്ടല്ലോ. അതല്ലെങ്കിൽ പോലുള്ള വളരെ ഒരു ലഘുവായ ഒരു പ്രതിഷേധത്തിന്റെ സ്വരം, ലഘുവായ ഒരു ഉച്ചാരണം, ഇതിനൊക്കെയാണ് ഉഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പദം പോലും മാതാപിതാക്കളോട് നിന്റെ വായിൽ നിന്നും വന്നു പോകരുത് എന്നാണ്. ഈ ഉഫ് എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് ഉഫ് എന്നതിനേക്കാളും ലഘുവായ ഒരു വാക്ക് തന്നെ അറബിയിലില്ല എന്നാണ്. അങ്ങനെ ഒരു അറബിയിൽ അതിനേക്കാളും ലഘുവായ ഒരു വാക്കുണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹു പ്രയോഗിക്കുമായിരുന്നു എന്നാണ്. അപ്പോ അത്രയും ലഘുവായ രീതിയിൽ പോലും അവരെ വിഷമിപ്പിക്കുന്നത് പടച്ച റബ്ബ് സഹിക്കുകയില്ല എന്ന് ആവർത്തിച്ച് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ഉറക്കും ശരിക്കും അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധത്തിലും പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ നിർവഹിക്കുന്നവരായിക്കൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയണം. പലരും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാലും അവരോടുള്ള ബാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എന്ത് ചോദിക്കാൻ വേണ്ടി നമ്മൾ കൈ ഉയർത്തിയാലും, പടച്ചവനോട് എന്ത് ആവശ്യപ്പെടാൻ വേണ്ടി നമ്മൾ കൈ ഉയർത്തിയാലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ആ കൈകൾ താഴ്ത്തരുത്. അങ്ങനെ കൈകൾ താഴ്ത്തിയാൽ ആ പ്രാർത്ഥന, പ്രിയമുള്ളവരെ, അപൂർണമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.